ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരാണ്. നമ്മളെ കേരള ടു ലണ്ടൻ വരെ യാത്ര ചെയ്യുന്ന ഫായിദ് വന്നിട്ടുണ്ട്. ഫായിദിനെ കാണാൻ ഞാൻ പോവുകയാണ്. അപ്പം നമുക്ക് അവൻ്റെ ബാക്കി വിശേഷങ്ങൾ അവിടെ തന്നെ ചോദിക്കാം. ഓക്കെ, സജിൻ വരുന്നുണ്ട്. പിന്നെ എത്ര ദിവസമായി ഇപ്പൊ തുടങ്ങിയിട്ട് യാത്ര തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഓഗസ്റ്റ് 15 വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഞാനിപ്പോൾ കാസർഗോഡ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 14 ജില്ലകളും കയറിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പം എത്രാമത്തെ 18ാമത്തെ ദിവസം കാണാം. ഇന്നിപ്പോൾ രാത്രി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഇന്ന് രാത്രി കാസർഗോഡ് മൊഗ്രാൾ അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ഫൈസൽ വക്കീൽ റിസോർട്ടിലാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ സൈന്യമൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ നിന്ന് പുറത്തെടുക്കുന്നത് എങ്ങനെയാണ്? അല്ല, പാകിസ്ഥാൻ പറ്റായി അല്ല, പക്ഷേ ഞാൻ പാകിസ്ഥാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതിന് പകരം പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഇറാനാണ്. പക്ഷേ ഞാനത് കുറച്ച് ലോങ് റൂട്ട് എടുത്തിട്ട് GCC മൊത്തം കവർ ചെയ്തിട്ട് 7 രാജ്യങ്ങൾ കഴിഞ്ഞിട്ടേ ഞാൻ ഇനിയിപ്പോൾ ഇറാനിലെത്തുള്ളൂ. പക്ഷെ ലോങ് ആണ്, ഷോർട്ടല്ല, ലോങ് കട്ടാണ്. കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ മലയാളികളുള്ള വഴി തിരഞ്ഞെടുക്കുക. സോഫാർ എങ്ങനെ എക്സ്പീരിയൻസ്? ഇതുവരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വരുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ റൈഡ് ഞാൻ 183 കിലോമീറ്റർ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ റൈഡിൽ ഒരു 70-80 ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആളുകൾ കാണുക, നിർത്തുക, എൻജോയ് ചെയ്ത് പോവാം. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഷാജി. പ്രിയപ്പെട്ടവരെ, ഒന്നും പറയാനില്ല. ഒരു സൈക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണുന്നതിലപ്പുറമാണ്. കാരണം 450 ദിവസം, 35 രാജ്യങ്ങൾ, 30,000 കിലോമീറ്റർ ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ TCCയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെ റൈഡ് ചെയ്യാൻ പറ്റിയ തന്നെ അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഇദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു. വേറെന്ന് പറയാനുള്ള എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇത് വലിയൊരു യാത്രയാണ്. കഴിഞ്ഞ യാത്ര വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ 4 മടങ്ങ് വലുപ്പമുള്ള യാത്രയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലൈമറ്റ് പ്രോബ്ലം വരും, വിസ, പിന്നെ ഇറാഖ്, ഇറാൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെയുള്ള യാത്രയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും ഞാൻ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ചാനലുണ്ട്, അതിൽ കിട്ടും. അതിൻ്റെ പേര് എക്കോ വീലേഴ്സ് എന്നാണ്. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ GCCയിലുള്ളവരാണെങ്കിൽ ഞാൻ GCCയിൽ വരുന്നുണ്ട്. എല്ലാം മക്ക, മദീന, ജിദ്ദ എല്ലാം പോകുന്നുണ്ട്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ തൃക്കരിപ്പൂർ ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുകയാണ്. ഇവിടുത്തെ ലോട്ടറി ക്ലബ്ബ് സ്വീകരണം കൊടുക്കുകയാണ്. അങ്ങനെ വലിയപറമ്പ് പഞ്ചായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അടിപൊളി രാവിലത്തെ നല്ല കാഴ്ച നിങ്ങൾ കാണുന്നത്.
ചേട്ടനുണ്ട് ഇന്ന്. ചേട്ടാ ബേക്കൽ കോട്ടയെ അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളും റിസോർട്ടൊക്കെ ഇല്ലേ, അവരുടെ ഒരു യൂണിറ്റാണ്. അതിൻ്റെ ഒരു അമേരിക്കൻ കുറച്ചപ്പുറത്ത് നമ്മൾ IT എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടൂറിസ്റ്റ് ബോട്ട് ടെർമിനലുണ്ട്. അവിടെ ഒരു ഹൗസ് ബോട്ട് ഉണ്ടോ? ഹൗസ് ബോട്ട് നമ്മൾ ഫായിദിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടാണ്. ഇപ്പോൾ പടന്നയിലാണ്. പടന്നയിൽ ഓവർ ആവാനാ കീമിയാ ചൂട് പൊറോട്ട കിട്ടിയിട്ടുണ്ട്. എടുത്തോളൂ. ഞാൻ കാണിച്ചു തരാം. അത് ചൂട് പൊറോട്ട നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. ബീഫും പൊറോട്ടയും അത് നമ്മുടെ മെയിനാണ്. ഇതൊന്ന് കീമ ഫ്രൈ ആക്കി കീമ ഫ്രൈ ഒന്നാളെ പോട്ട് പിന്നെ ഈ ബീഫ് മിൻസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകൾ, വളരെ ചെറിയ പീസ്, പിന്നെ ഫൈബർ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തു. ലണ്ടൻ വരെ വിദ്യാഭ്യാസ മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്. ഞാൻ കണ്ടത് സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് സിംഗപ്പൂർ വരെ 7 രാജ്യങ്ങൾ. മനാഫിൻ്റെ ഹോട്ടലിൽ അവിടെ പോയപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു. സിംഗപ്പൂരിൽ നല്ല എക്സ്പീരിയൻസ്. എത്ര ദിവസം ഉണ്ടായി അവിടെ? 104 ദിവസം കൊണ്ട് അവിടെ എത്തി. ഇതിപ്പം 35 രാജ്യങ്ങളാണ്. 450 ദിവസം. 10 രാജ്യങ്ങൾ. എത്ര രാജ്യങ്ങൾ? 35 രാജ്യങ്ങൾ മൊത്തമുണ്ട്. എത്ര ദിവസം കൊണ്ട് എത്തും? 450. കുട്ടികൾക്ക് എത്രയായി? 19 ദിവസമായി പോയിട്ട്. സ്ലോയിലാണ് പോകുന്നത്. കാരണം എല്ലാ ജില്ലയിലും കയറി കോഴിക്കോട് അവിടെ തലക്കുളത്തൂർ എന്ന് പറയും. എഞ്ചിനീയറാണ്. പണികളായിരുന്നു. ജോബൊക്കെ റിസൈൻ ചെയ്താണ്. ശരി, എഞ്ചിനീയറാ? അപ്പോൾ 1.5 വർഷം കൊണ്ട് എടുത്തു. അഞ്ചിന് പോയിട്ട് അല്ല, ഇതില് മക്കമതിനൊക്കെ ഉണ്ട്. ഉംറയുണ്ട് അല്ലേ? ഡെസ്റ്റിനേഷൻ പറയുന്നത് ലണ്ടൻ എന്നാണ്. റഷ്യ അവിടത്തേക്കെല്ലാം വിചാരിച്ച അപ്പോൾ നമുക്ക് ചായ പെട്ടെന്ന് ഈ വഴി ഇങ്ങനെ വന്ന റെപ്രസെന്റേഷൻ ആയി വേറെ രൂപത്തിൽ ഉദ്ദേശിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാൻ ഉള്ളത് തോൽപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും പട്ടണം പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. യാത്രാമംഗളം നേരിടും. ചെറുവത്തൂർ ഭക്ഷണത്തിരിക്കുകയാണ്. അപ്പോൾ കൈ അവിടെ നിന്ന് വെച്ചാണ്, കാസർഗോഡ് വെച്ചിട്ടാണ് അല്ലേ? നമുക്ക് അവിടെ കാണാം. ബാക്കി കാര്യം പിന്നെ സംസാരിക്കാം.